ഇന്നലെ ഇക്കണോമിക്സിൻ്റെ എക്സാം ആയിരുന്നു. അപ്പം എക്സാം 2 മണി മുതൽ 4:45 വരെയാണ്. 4 മണി ആയപ്പോൾ എൻ്റെ ഇൻവിജിലേറ്ററിൻ്റെ പേപ്പർ വാങ്ങിച്ചു. 4 മണിക്ക് ശേഷം 4 മണിക്ക് വാങ്ങിച്ചിട്ട് 4:30ക്കാണ് എനിക്ക് തന്നത്. ഞങ്ങൾ സ്കൂളിൽ സാറൊന്നുമില്ല, വേറെ സ്കൂളത്തെ സാറാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന +1, +2 പരീക്ഷകളിൽ ചില കുട്ടികൾ പരീക്ഷാ ക്രമക്കേട് കാണിക്കുന്നതായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്കും JDക്കും പരാതികൾ നൽകിയിട്ടുണ്ട്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലപ്പുറത്ത് നിന്ന് റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണിത്. +2വിന്റെ പരീക്ഷ നടക്കുകയാണല്ലോ. ആ പരീക്ഷയോടനുബന്ധിച്ച് പരീക്ഷാ ഹാളിൽ നിന്നും ഇൻവിജിലേറ്റർ ഈ പെൺകുട്ടിയുടെ ഉത്തരക്കടലാസ് പിടിച്ചുകൊണ്ട് പോയി. അതായത് അതിന് പറയുന്ന ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഈ പെൺകുട്ടിയുടെ അടുത്തിരുന്ന പെൺകുട്ടിയായിട്ട് ഈ പെൺകുട്ടി ഈ ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയും ഉത്തരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഈ പെൺകുട്ടിയുടെ ഉത്തരക്കടലാസ് പിടിച്ചോണ്ട് പോവുകയും അങ്ങനെ 2 മണി മുതൽ 4:45 വരെയാണ് പരീക്ഷയുടെ ടൈം. ഈ പെൺകുട്ടിയുടെ പേപ്പർ 4 മണിക്ക് പിടിച്ചോണ്ട് പോയതിനു ശേഷം 4:30 മണിയായ സമയത്താണ് തിരിച്ചു കൊടുക്കുന്നത്. ആ പെൺകുട്ടിക്ക് പരീക്ഷ മുഴുവനായിട്ട് എഴുതുവാൻ വേണ്ടി സാധിച്ചില്ല. അപ്പോൾ ആ പെൺകുട്ടി എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് കേൾക്കാം. ഇന്നലെ ഇക്കണോമിക്സിൻ്റെ എക്സാം ആയിരുന്നു. അപ്പം എക്സാം 2 മണി മുതൽ 4:45 വരെയാണ്. 4 മണി ആയപ്പോൾ എൻ്റെ ഇൻവിജിലേറ്ററിൻ്റെ പേപ്പർ വാങ്ങിച്ചു. 4 മണിക്ക് ശേഷം 4 മണിക്ക് വാങ്ങിച്ചിട്ട് 4:30ക്കാണ് എനിക്ക് തന്നത്. ഞങ്ങൾ സ്കൂളിൽ സാറൊന്നുമില്ല, വേറെ സ്കൂളത്തെ സാറാണ്. സാറ് ഞാൻ അടുത്തിരിക്കണ കുട്ടീനോട് ചോദിച്ച് ഇതിൻ്റെ ആൻസർ തന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. അത് കാണിച്ചിട്ടാണ് എൻ്റെ പേപ്പർ വാങ്ങിച്ചു വെച്ചത്. ഞാൻ പിന്നെ വാച്ചിൽ നോക്കുകയാണ്, ഇപ്പം തരും വിചാരിച്ചിട്ട്. പക്ഷെ എൻ്റെ പേപ്പർ തന്നിട്ടില്ല. പിന്നെ ഞാൻ കരഞ്ഞപ്പോഴാണ് പിന്നെ എനിക്ക് പേപ്പർ തന്നത്. 4:30ക്കാണ് പിന്നെ എനിക്ക് പേപ്പർ കിട്ടണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് 1 വേർഡ് നോക്കാണ്ടിരുന്നത്, 2 മാർക്കിൻ്റെ പ്രോബ്ലംസ് ചെയ്യാണ്ടിരുന്ന്. അത് ശരിക്കും ചെയ്യാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ ഇതിനെതിരെ ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ മാമനൊക്കെ വിളിച്ചപ്പോൾ മാമൻ പറഞ്ഞ്, ലോയറോട് ചോദിച്ചപ്പോൾ ലോയർ പറഞ്ഞ് ഇതിങ്ങനൊരു ആവശ്യമില്ല, സാറിന് അങ്ങനെ പേപ്പർ വാങ്ങേണ്ട അധികാരമൊന്നുമില്ല, ലീഗലി പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇന്നലെ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് റിട്ടേൺ ആയിട്ട് എഡ്യൂക്കേഷൻ മിനിസ്റ്ററിനും RDDക്കും എല്ലാവർക്കും അയച്ചിട്ടുണ്ടായിരുന്നു. പണ്ട് മുതൽ നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെ പരീക്ഷാ ഹാളിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കുട്ടികളൊക്കെ ആ കുട്ടിയെ വിളിച്ച് സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട്, ഉത്തരങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അതൊക്കെ ഞാൻ പഠിക്കുന്ന കാലം മുതലേ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സംഭവമാണ് ഇവിടെ സംഭവിച്ചത് എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പെൺകുട്ടിക്ക് 10ാം ക്ലാസ്സിലും എല്ലാ വിഷയത്തിനും A+ ആയിരുന്നു. അതോടൊപ്പം തന്നെ ഈ +1നും എല്ലാ വിഷയത്തിനും A+ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് നന്നായി പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ഈ പെൺകുട്ടി ബാക്കി പറയുന്ന കാര്യം കൂടെ നമുക്കൊന്ന് കേട്ടുനോക്കാം. ഇതിന് ലീഗലി മൂവ് ചെയ്യണമെന്ന് തന്നെയാണ് താല്പര്യം. എന്ത് പറഞ്ഞിട്ടാണ് ഈ പേപ്പർ മേടിച്ചു വെച്ചത്? എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടി ഇതിൻ്റെ ആൻസർ എന്താണെന്ന് ചോദിച്ചെന്നോട്. അപ്പോൾ ഞാൻ ഒരുപാട് തവണ ചോദിച്ചപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ പേപ്പർ വാങ്ങിച്ചിട്ട് ഒരുപാട് സമയം സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേപ്പർ അങ്ങോട്ട് വാങ്ങിച്ചു വെച്ചു. ഇതിന് മുന്നേ ഞങ്ങൾ ക്ലാസ്സിൽ തന്നെ ഇന്നലെ തന്നെ വേറൊരു കുട്ടീനെ സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ പേപ്പർ വാങ്ങിച്ചു വെച്ചത്. ആ കുട്ടീൻ്റെ പേപ്പറും ഒരുപാട് കഴിഞ്ഞിട്ടാണ് പിന്നെ കൊടുത്തത്, നിർത്തിക്കുക ചെയ്തത്. മാഷിനോട് ഞാൻ സംസാരിച്ചിട്ടില്ല. എനിക്കപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. എനിക്ക് ഇതുവരെ ഞാൻ ഇങ്ങനൊരു ഫേസ് ചെയ്തിട്ടില്ല. പിന്നെ ആരോട് എന്ത് പറയണമെന്നോ എനിക്കറിയാം. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേപ്പർ തരൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നും വേണ്ടിയില്ല. 4:30ക്ക് ഞാൻ ഇങ്ങനെ സമയം നോക്കിയിരിക്കുകയാണ്. ഇനി തീരെ സമയമില്ലല്ലോ വെച്ചിട്ട് ഞാൻ കരഞ്ഞു. അപ്പോൾ എനിക്ക് പേപ്പർ തന്നത്. എനിക്ക് SSLCക്ക് +1 ഫുൾ A+. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ പഠിച്ചെഴുതാൻ എക്സാം പഠിച്ചു പോയിട്ട് എനിക്ക് പഠിച്ചതിൽ എഴുതാനും പറ്റിയിട്ടില്ല. A+ വിചാരിച്ച എക്സാം A+ പോലും ഉണ്ടാവില്ല. അച്ഛനമ്മയ്ക്കൊക്കെ അറിയാം ഞാൻ രാത്രി വരെ ഉറക്കളിച്ചിരുന്ന് പഠിക്കുന്നതാണ്. ഈ ഒരു വാർത്ത റിപ്പോർട്ടർ ചാനലിൽ വന്നതിനെ തുടർന്ന് വലിയ വിവാദമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ഇത് വിദ്യാഭ്യാസ മന്ത്രി അറിഞ്ഞു, അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് അറിഞ്ഞു. കൃത്യമായ രീതിയിൽ ഇതിന് അന്വേഷണം വെച്ചു. ഈ അധ്യാപകനെതിരെ നടപടിയെടുത്തു. അതായത് ഈ അധ്യാപകനെ എല്ലാവിധമായിട്ടുള്ള പരീക്ഷ ചുമതലയിൽ നിന്നും മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് സർക്കാർ നടപടിയെടുത്തു. അപ്പോൾ ഈ പെൺകുട്ടിക്ക് ആവശ്യമായിട്ടുള്ള നീതി ലഭിക്കണം എന്നുള്ളതാണ് എല്ലാ കോണുകളിൽ നിന്നുള്ള അഭിപ്രായം എന്ന് പറയുന്നത്. അത് വ്യക്തമായ രീതിയിൽ റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ട് ചെയ്യും.
ഇങ്ങനെയുള്ളൊരു സംഭവം പുറത്തേക്ക് വരികയും ചെയ്തു. അപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഇങ്ങനെ നിരന്തരമായിട്ട് ഈ +2 പരീക്ഷയാവട്ടെ മറ്റുള്ള പരീക്ഷയാവട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊരു ഇഷ്യൂ ആയതുകൊണ്ട് മാത്രമാണ് ഇതൊരു വാർത്തയായത്. അപ്പോൾ ഈ വാർത്തയായതിനെ തുടർന്നാണ് ഇവിടെയുള്ള ജനങ്ങളൊക്കെ അറിയുകയും ഈ അധ്യാപകർക്കെതിരെ, അതായത് ഈ അധ്യാപകനെതിരെ വളരെ രൂക്ഷമായിട്ടുള്ള പ്രതികരണമാണ്, പ്രത്യേകിച്ച് രൂക്ഷമായിട്ടുള്ള സൈബർ അറ്റാക്കാണ് നടക്കുന്നത്. നമ്മൾ ആ ഒരു വാർത്തയുടെ കമന്റ് ബോക്സ് ഒക്കെ ശ്രദ്ധിക്കുന്ന സമയത്ത് ഈ അധ്യാപകരെ കൂടോടെ ചീത്ത വിളിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ പല ആളുകളും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ അധ്യാപകനെ പരീക്ഷാ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയത് കൊണ്ട് ഒരു കാര്യമില്ല, ഈ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യണം, ഈ അധ്യാപകനെ ജോലിയിൽ നിന്നും പിരിച്ചുവിടണം. അതോടൊപ്പം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ മിക്ക അധ്യാപകർക്കും ഈ പരീക്ഷാ ഡ്യൂട്ടി ചെയ്യുന്നതിനോട് വലിയ മടുപ്പാണ്, മടിയാണ്, വലിയ താല്പര്യമില്ല. അപ്പോൾ അദ്ദേഹം ആ കാര്യത്തിൽ നിന്നും ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒഴിവായി, അദ്ദേഹം രക്ഷപ്പെട്ടു എന്നുള്ള കമന്റും വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതിനകത്തിൽ എന്താണ് സംഭവിച്ചത്? അപ്പോൾ അധ്യാപകര് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുന്നതിന്റെ എന്തുകൊണ്ടാണ് അങ്ങനെ കടക്കുന്നത്? ഇങ്ങനെ കടക്കാൻ ഒരു കാരണമുണ്ടല്ലോ. അപ്പൊ ആ കാരണം നമുക്കൊന്ന് പരിശോധിക്കാം. അധ്യാപകരുടെ ഗ്രൂപ്പിലൊക്കെ വന്ന ഒരു മെസ്സേജ് ഞാൻ വായിക്കാം. അത് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് ഇറക്കിയിട്ടുള്ള ഒരു മെസ്സേജാണ്. അതായത് ഈ ഇൻവിജിലേറ്റർമാർക്കും അതുപോലെ തന്നെ ഈ പരീക്ഷ നടത്തിപ്പുകാർക്കും, അതായത് ഇതിന്റെ സ്കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതിന്റെ ചുമതല വഹിക്കുന്ന ആളുകൾക്ക് ഈ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് വായിക്കുന്ന സമയത്ത് കൃത്യമായ രീതിയിലുള്ള കാര്യം നമുക്ക് പിടികിട്ടും. പ്രിൻസിപ്പൽമാരുടെയും ചീഫ് സൂപ്രണ്ടന്മാരുടെയും ഡെപ്യൂട്ടി ചീഫ് സൂപ്രണ്ടന്മാരുടെയും ശ്രദ്ധയ്ക്ക് 1ഉം 2ഉം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷ സുഗമമായി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങളെല്ലാവരും അതീവ ജാഗ്രതയോടെ ഡ്യൂട്ടി നിർവഹിക്കുന്നുണ്ടെന്ന് അറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. എങ്കിലും നമ്മൾ അല്പം കൂടി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 12/3/2025 ബുധനാഴ്ച ബഹുമാനപ്പെട്ട JD എക്സാം വിളിച്ച RDDമാരുടെയും പരീക്ഷാ സ്കോഡിന്റെയും യോഗത്തിൽ അറിയിച്ച കാര്യങ്ങളാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന +1, +2 പരീക്ഷകളിൽ ചില കുട്ടികൾ പരീക്ഷാ ക്രമക്കേട് കാണിക്കുന്നതായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്കും JDക്കും പരാതികൾ നൽകിയിട്ടുണ്ട്. പരീക്ഷാ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരും അത് ഗൗരവമായി കാണണം. ഒരു വിധത്തിലുള്ള പരീക്ഷാ ക്രമക്കേടും നമ്മുടെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചുകൂടാ. എന്തെങ്കിലും പരീക്ഷാ ക്രമക്കേട് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പരീക്ഷാ മാനുവൽ പ്രകാരം റിപ്പോർട്ട് ചെയ്യുക. പരീക്ഷാ സെന്ററിൽ നിന്നും ക്രമക്കേട് റിപ്പോർട്ട് ചെയ്തതിന്റെ ഫലമായി പരീക്ഷാ ജോലിയിൽ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനും ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിലേക്ക് വിളിക്കില്ലെന്ന് ബഹുമാനപ്പെട്ട JD അറിയിച്ചിട്ടുണ്ട്. എന്നാൽ പരീക്ഷാ സ്കോഡ് പരീക്ഷാ ക്രമക്കേട് റിപ്പോർട്ട് ചെയ്താൽ ആ റൂമിൽ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനെ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിലേക്ക് വിളിക്കേണ്ടി വരും. അതുകൊണ്ട് ഓരോരുത്തരും തങ്ങൾ ഡ്യൂട്ടി നിർവഹിക്കുന്ന റൂമിൽ പരീക്ഷാ ക്രമക്കേട് നടക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക. നടന്നാൽ പരീക്ഷാ മാനുവൽ പ്രകാരം റിപ്പോർട്ട് ചെയ്യുക. അതായത് ഈ ഒരു നിർദ്ദേശം വായിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഒരു പരീക്ഷാ ഹാളിൽ നിൽക്കുന്ന ഒരു ഇൻവിജിലേറ്ററെ സംബന്ധിച്ച് അവൻ എത്രത്തോളം സമ്മർദ്ദമുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതായത് പരീക്ഷാ സ്കോഡ് വന്ന് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ക്രമക്കേട് നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം വെളിയിൽ നിന്ന് കണ്ട് വന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഈ ഇൻവിജിലേറ്ററിനെ സംബന്ധിച്ച് വലിയ കുഴപ്പമാണ്. ഈ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ്, അവിടെ പോകേണ്ടി വരും. അപ്പൊ ഈ മലപ്പുറത്താണ് ഈ പരീക്ഷ നടക്കുന്നത്. ഈ മലപ്പുറത്ത് ഇങ്ങനൊരു ക്രമക്കേട് നടക്കുന്ന സമയത്ത് വെളിയിൽ നിന്നും പരീക്ഷ സ്കോഡ് വന്ന് ഈ കുട്ടിയെ പിടിച്ചിരുന്നുവെങ്കിൽ ഈ അകത്ത് നിൽക്കുന്ന ഇൻവിജിലേറ്റർ നേരെ തിരുവനന്തപുരത്ത് പോകേണ്ടി വരും. അപ്പം മലപ്പുറത്തു നിന്ന് തിരുവനന്തപുരം വരെ വന്ന് വിശദീകരണം നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഈ അധ്യാപകരെല്ലാം അത്തരത്തിലുള്ള ഒരു പ്രഷറിലാണ് ഇത്തരത്തിൽ ഈ പരീക്ഷാ ഹാളിൽ നിന്നും ജോലി ചെയ്യുന്നത്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുന്ന സമയത്ത് അവർ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുന്നത്. ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞ് ഈ അധ്യാപകനെ ന്യായീകരിക്കല്ല. അതായത് ഇത്തരത്തില് പരീക്ഷാ മാനുവൽ അനുസരിച്ച് ഒരു ഇൻവിജിലേറ്ററിനെ സംബന്ധിച്ച് പരീക്ഷാ ഹാളിൽ നിൽക്കുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ നടപടി എടുക്കണം, അല്ലെങ്കിൽ അവരുടെ ജോലിയെ അത് ബാധിക്കും. അപ്പൊ കുട്ടികളുടെ ഇമോഷണൽ ഫീലിങ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചില അധ്യാപകർ പരിഗണിക്കത്തില്ല. അവരെ സംബന്ധിച്ച് അവരുടെ ജോലിയുടെ സേഫ്റ്റിയാണ് അവർ നോക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തുള്ള ചില നടപടികളൊക്കെ അവർ എടുക്കാറുണ്ട്, അങ്ങനെ രീതിയിലൊക്കെ കടക്കാറുണ്ട്. അപ്പൊ ഈ പെങ്കൊച്ചിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ആ പെങ്കൊച്ചിന്റെ റെക്കോർഡൊക്കെ പരിശോധിക്കുന്ന സമയത്ത്, അതായത് വിദ്യാഭ്യാസ വകുപ്പും അതിന്റെ റെക്കോർഡ് പരിശോധിക്കുന്ന സമയത്ത് അത് 10ാം ക്ലാസ്സിനും എല്ലാ വിഷയത്തിനും A+ വാങ്ങിച്ചിട്ടുണ്ട്, +1നും എല്ലാ വിഷയത്തിലും A+ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അതിങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും ചോദിച്ച് പറഞ്ഞ് എഴുതേണ്ട ഒരു സാഹചര്യം ആ പെൺകുട്ടിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും അപ്പുറത്തിരിക്കുന്ന പെൺകുട്ടിയെ ശല്യം ചെയ്ത് കാണും. ശല്യം കൂടിയ സമയത്തായിരിക്കും ഈ പെൺകുട്ടി എന്തെങ്കിലും മറുപടി പറഞ്ഞത്. ചിലപ്പോൾ ഈ അധ്യാപകൻ അത് അന്നേരം കാണുന്നത് വേറൊരു രീതിയിലായിരിക്കും. അപ്പോൾ കൃത്യമായിട്ടുള്ള കാര്യം മനസ്സിലാക്കാതായിരിക്കും ഈ അധ്യാപകൻ
ഈ പരീക്ഷാ പേപ്പർ പിടിച്ചോണ്ട് പോയത്. അപ്പോൾ ഈ അധ്യാപകൻ പറയുന്ന ഒരു വിശദീകരണം, ഈ പെൺകുട്ടിയെ ഒന്ന് പേടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയാണ് പിടിച്ചോണ്ട് പോയത്. എന്നാൽ ലേറ്റായാണ് ഈ അധ്യാപകൻ ഈ പെൺകുട്ടിക്ക് ഈ ഉത്തരക്കടലാസ് നൽകിയത്. അതുകൊണ്ട് ഈ പെൺകുട്ടിക്ക് പൂർണ്ണമായിട്ട് ആ പരീക്ഷ എഴുതി തീർക്കുവാൻ വേണ്ടി സാധിച്ചില്ല. ആ പെൺകുട്ടിയുടെ ഭാഗത്തും ന്യായമുണ്ട്. എന്നാൽ ഈ അന്വേഷണം വരുന്ന സമയത്ത് ഈ അധ്യാപകൻ പരീക്ഷാ മാനുവൽ അനുസരിച്ച് കൃത്യമായിട്ടുള്ള കാര്യമാണോ ചെയ്തത് എന്നുള്ള കാര്യം ഈ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് അന്വേഷിക്കും. ചിലപ്പോൾ അവരെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിക്കും. അപ്പോൾ കൃത്യമായി കാര്യങ്ങൾ എല്ലാം മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ നടപടി ഉണ്ടാവത്തുള്ളൂ. എന്തായാലും റിപ്പോർട്ടർ ചാനൽ ഇതൊരു വാർത്തയാക്കിയോണ്ട് മാത്രമാണ് ഇത് ഈ പെൺകുട്ടിക്ക് അനുകൂലമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചത്. അപ്പൊ പെൺകുട്ടിക്ക് ആ പരീക്ഷ നന്നായിട്ട് എഴുതാൻ സാധിച്ചില്ല. അതിനുള്ള ഏതെങ്കിലും ഒരു പോംവഴി വിദ്യാഭ്യാസ വകുപ്പ് കണ്ടെത്തി ആ പെൺകുട്ടിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ അധ്യാപകനെതിരെ ഏത് രീതിയിൽ നടപടി വരും എന്നുള്ള കാര്യം നമുക്ക് പിന്നീട് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ഈ വാർത്ത ഇന്നുകൊണ്ട് അവസാനിക്കും, അല്ലെങ്കിൽ നാളെ കൊണ്ട് അവസാനിക്കും. ഇതിന്റെ കാര്യങ്ങളൊന്നും പിന്നീട് ആരും തന്നെ അന്വേഷിക്കത്തില്ല. എന്നാൽ ഇത്തരത്തിൽ ക്രമക്കേട് കാണിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്, കൃത്യമായ രീതിയിൽ ക്രമക്കേട് കാണിക്കുന്ന. ഈ പെൺകുട്ടി ക്രമക്കേട് കാണിച്ചോ കാണിച്ചില്ലയോ എന്നുള്ള കാര്യം പിന്നീട് അത് കൃത്യമായി അന്വേഷിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആ പെൺകുട്ടിയുടെ ഭാഗത്ത്, ആ പെൺകുട്ടിയുടെ സംസാരത്തിൽ നിന്നും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ആ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് യാതൊരു വിധമായിട്ടുള്ള തെറ്റും ആ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നില്ല. നന്നായി പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അതിന് കൃത്യമായിട്ടുള്ള നീതി ലഭിക്കണം. അവര് ലീഗലിയൊക്കെ മൂവ് ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അധ്യാപകൻ അതിനകത്ത് എന്തെങ്കിലും പിഴവ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അധ്യാപകനെതിരെയും കർശനമായിട്ടുള്ള നടപടി എടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അനാവശ്യമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അധ്യാപകരാണെങ്കിലും ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ഹയർ സെക്കൻഡറി ഈ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളാണ് ദൈനംദിനമായിട്ട് വരുന്നത്. ഇനി റിസൾട്ട് വരുവാനിരിക്കുന്നു. റിസൾട്ട് ഏത് രീതിയിലാവും എന്നുള്ള കാര്യത്തെക്കുറിച്ചും ഈ കുട്ടികൾക്കെല്ലാം വലിയ ആശങ്കയുണ്ട്. അതായത് വർഷങ്ങളായിട്ട് പരീക്ഷ എഴുതി വരുന്ന കുട്ടികൾക്കില്ലാത്ത ആശങ്കയാണ് ഈ വർഷമുള്ള കുട്ടികൾക്ക് ഉണ്ടായിട്ടുള്ളത്. അത് ഈ പരീക്ഷയിൽ വന്നിരിക്കുന്ന വലിയ രീതിയിലുള്ള ആ ഒരു ടൈറ്റാണ്. അതായത് ആ പരീക്ഷകളെല്ലാം വളരെ ടൈറ്റായിട്ടാണ് നടത്തിയത്. വളരെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അത് കുട്ടികൾക്കൊന്നും ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അതുകൊണ്ട് വലിയ വിവാദങ്ങളുണ്ടായി. കുട്ടികൾ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നടത്തുന്ന സാഹചര്യം ഉണ്ടായി. അതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി റിസൾട്ട് വരുന്ന സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങളുടെ നമുക്ക് കേൾക്കുവാനും കാണുവാനും വേണ്ടി കഴിയും. ഈ ഒരു വിഷയത്തിൽ പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.